ശസ്ത്രക്രിയയ്ക്കിടെ ശസ്ത്രക്രിയ ഉപകരണം വയറ്റിൽ കുടുങ്ങിയ ഹർഷിന സമരം തുടരുകയാണ്. ഹർഷിനയുടെ സമരത്തിന് പിന്തുണയുമായി PK ഫിറോസ് ഉൾപ്പെടെയുള്ള ആളുകൾ എത്തിയിരുന്നു. സമരപന്തലിൽ നിന്നും റിയാസ് KMR ഉണ്ട്. റിയാസ്, സമരം തുടരുകയാണ്, കൂടുതൽ പിന്തുണ സമരത്തിന് ലഭിക്കുന്നു. നിലവിൽ എന്താണ് വിവരങ്ങൾ? എബി, തീർച്ചയായും KK ഹർഷിന കഴിഞ്ഞ 5 വർഷമായി നീതിക്കായുള്ള പോരാട്ടത്തിലാണ്. പല ഘട്ടത്തിൽ നമ്മൾ തന്നെ ആ കാര്യം റിപ്പോർട്ട് ചെയ്തതുമാണ്. മാത്രമല്ല, നേരത്തെ ഫെബ്രുവരി അവസാനം മാർച്ച് 4 വരെ അവർ ഒരു അനിശ്ചിതകാല സമരം നടത്തുകയും അന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് മുഖ്യമന്ത്രി എത്തുന്നതിന്റെ മണിക്കൂറുകൾക്ക് മുൻപേ, അന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ പുതിയ ബ്ലോക്ക് ഉദ്ഘാടനം ചെയ്യാൻ മുഖ്യമന്ത്രി എത്തുന്നതിന്റെ മണിക്കൂറുകൾക്ക് മുൻപ് ആരോഗ്യമന്ത്രി ഹർഷിനയുടെ സമരപ്പന്തലിലെത്തി ഇത് അനുഭാവപൂർവ്വമായി സർക്കാർ പരിഗണിക്കുമെന്ന ഉറപ്പ് നൽകി, നഷ്ടപരിഹാരം ലഭ്യമാക്കുമെന്ന ഉറപ്പ് നൽകിയെങ്കിലും വെറും 2 ലക്ഷം മാത്രമായിരുന്നു സംസ്ഥാന സർക്കാർ നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചിരുന്നത്. മാത്രമല്ല, അത് പോലും ലഭിക്കാൻ കാലതാമസം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഒക്കെ ഉണ്ടായതുകൊണ്ടാണ് ഹർഷിന രണ്ടാമതും മെഡിക്കൽ കോളേജിന് മുൻപിലേക്ക് തന്നെ ഇത്തരത്തിലൊരു സമരം നടത്തേണ്ടി വരുന്ന ഒരു സാഹചര്യം. അനിശ്ചിതകാല സത്യാഗ്രഹ സമരം അത് ഇന്ന് 12ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുന്നു. കൂടുതൽ സംഘടനകൾ അതിന് പിന്തുണയുമായി എത്തുന്നു എന്നുള്ളതാണ്. ഇന്ന് മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഫിറോസ് ഇവിടെ എത്തുകയുണ്ടായി. അല്പസമയം മുൻപ് അദ്ദേഹം ഈ സമരത്തെ അഭിവാദ്യം ചെയ്തു. അതായത് ആരോഗ്യമന്ത്രി വീണ ജോർജ് കേരളത്തിന് മാതൃകയായിരുന്നു, ഒരു ആരോഗ്യ മോഡൽ ഉണ്ടായിരുന്നു, അത് തകർക്കാനുള്ള ഒരു ശ്രമമാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് നടത്തുന്നതെന്ന് അദ്ദേഹം ആരോപിച്ചു. സർക്കാർ ഹർഷിനയ്ക്ക് നീതി ലഭ്യമാക്കണം. ഒപ്പം തന്നെ കേന്ദ്രം ഡൽഹിയിൽ പ്രതിഷേധം നടത്തുന്ന ഗുസ്തി താരങ്ങളോട് എങ്ങനെയാണോ അവഗണന കാണിക്കുന്നത്, അതിന് സമാനമായ അവഗണനയാണ് സംസ്ഥാന സർക്കാർ ഹർഷിനയോട് കാണിക്കുന്നത്. 50 ലക്ഷം രൂപയെങ്കിലും ഇക്കാര്യത്തിൽ നഷ്ടപരിഹാരം നൽകണം. അതായത് മുഖ്യമന്ത്രിയെ കാണാൻ ലക്ഷങ്ങൾ വേണമെന്നൊരു സ്ഥിതിയാണ് ഇപ്പോൾ കേരളത്തിലുള്ളത്. എന്നാൽ ഹർഷിനയെ പോലെയുള്ള ഇരകളെ കാണാൻ മുഖ്യമന്ത്രി തയ്യാറാവുന്നില്ല എന്ന് PK ഫിറോസ് തന്റെ പ്രസംഗത്തിലും തുറന്ന മാധ്യമങ്ങളെ കണ്ടപ്പോഴും ആരോപിക്കുന്നുണ്ട്. ഇപ്പോൾ PK ഫിറോസ് കേരള വിഷൻ ന്യൂസിനൊപ്പം ചേരുകയാണ്. ഈ സമരപ്പന്തലിൽ എത്തിയപ്പോൾ കണ്ട കാഴ്ച, ഒപ്പം തന്നെ സർക്കാരിനോട് എന്താണ് മുസ്ലിം യൂത്ത് ലീഗിന് പറയാനുള്ളത്? വളരെ ന്യായമായ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഹർഷിന കഴിഞ്ഞ 12 ദിവസമായി ഇവരുടെ സമരം ചെയ്യുന്നത്. 5 കൊല്ലക്കാലം വയറ്റിൽ കത്രികയും പേറി നടക്കേണ്ടി വന്ന ഒരാളുടെ അവസ്ഥയെ സംബന്ധിച്ച് നമുക്ക് ഊഹിക്കാൻ പോലും കഴിയില്ല. അത്രമാത്രം പ്രയാസങ്ങളും വേദനകളും അവർ അനുഭവിച്ചിട്ടുണ്ടാകും. അപ്പോൾ അവർക്ക് മാന്യമായ നഷ്ടപരിഹാരം കൊടുക്കുക എന്നുള്ളത് ഒരു സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ്, ഒരു സ്റ്റേറ്റിൻ്റെ ഉത്തരവാദിത്തമാണ്. അവർ 50 ലക്ഷം രൂപയാണ് നഷ്ടപരിഹാരം ചോദിക്കുന്നത്. അതൊരു വലിയ സംഖ്യയല്ല. എന്നാൽ ആരോഗ്യമന്ത്രി നേരത്തെ സമരം ചെയ്ത സമയത്ത് ഒരാഴ്ചക്കുള്ളിൽ പ്രശ്നപരിഹാരം നടത്തുമെന്ന് ഉറപ്പ് കൊടുത്തിട്ട് കേവലം 2 ലക്ഷം രൂപ മാത്രമാണ് അവർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞത്. സത്യത്തിൽ അത് അവഹേളിക്കലാണ്. അതിനേക്കാൾ നല്ലത് ഒന്നും കൊടുക്കില്ല എന്ന് പറയലായിരുന്നു. ഇങ്ങനെ അവഹേളിക്കുകയും അപമാനിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ഭരണകൂടത്തിന്റെ നിലപാട് ഒരു നിലക്കും അംഗീകരിക്കാൻ കഴിയില്ല. 2 കാര്യമാണ് സമരസമിതി ആവശ്യപ്പെടുന്നത്, ഹർഷിന ആവശ്യപ്പെടുന്നത്. ഒന്ന്, അവർക്ക് 50 ലക്ഷം രൂപ നഷ്ടപരിഹാരം കിട്ടണം. 2, ഇങ്ങനെ കത്രിക വയറ്റിൽ മറന്നു വെക്കാൻ ഇടയായ സംഭവത്തിൽ ആരാണോ വീഴ്ച വരുത്തിയത് ആ ഡോക്ടർമാർക്കെതിരെ നടപടി ഉണ്ടാകണം. ഈ 2 കാര്യത്തിൽ തീരുമാനമുണ്ടാകുന്നില്ല എങ്കിൽ ഈ സമരത്തിന്റെ മുൻനിരയിലേക്ക് യൂത്ത് ലീഗ് അടക്കം രംഗത്ത് വരാനുള്ള തീരുമാനമാണ് ഞങ്ങൾ എടുത്തിട്ടുള്ളത്. ഇപ്പോൾ അടുത്ത ആഴ്ച ആരോഗ്യമന്ത്രി കോഴിക്കോട് വീണ്ടും വരികയാണ്. ഈ സമരത്തിന് തുടങ്ങിയതിന് ശേഷം ആദ്യമായാണ് ആരോഗ്യമന്ത്രി എത്താൻ പോകുന്നത്. ആ സമയത്ത് മുസ്ലിം യൂത്ത് ലീഗ് എന്തെങ്കിലും തരത്തിലുള്ള പ്രതിഷേധമോ അല്ലെങ്കിൽ ഇടപെടലോ ഇക്കാര്യത്തിൽ നടത്തും? തീർച്ചയായിട്ടും ഉണ്ടാവും. അന്ന് ആരോഗ്യമന്ത്രി വരുന്ന ദിവസം പ്രത്യക്ഷ സമരം ഉണ്ടാകും. അന്ന് ഹർഷിനയും സമരത്തിന് നേതൃത്വം ഉണ്ടാകും. ആ സമരത്തിന്റെ കൂടെ യൂത്ത് ലീഗും രംഗത്തുണ്ടാകും. എന്തായാലും ഹർഷിനയ്ക്ക് നീതി ലഭിക്കുന്നതുവരെ ഈ സമരത്തോടൊപ്പം നിൽക്കാൻ തന്നെയാണ് യൂത്ത് ലീഗ്. തീർച്ചയായിട്ടും ഈ സമരം ഇതൊരു എന്തെങ്കിലും രാഷ്ട്രീയ ലക്ഷ്യത്തിന് വേണ്ടിയുള്ള ഒരു സമരമല്ല. ഒരു സഹോദരിയുടെ നീതി ലഭ്യമാകുക എന്ന ന്യായമായ ഒരു ആവശ്യത്തിന് വേണ്ടിയുള്ള സമരമാണ്. ആ നീതി ലഭ്യമാക്കുന്നത് വരെ അവരുടെ കൂടെ നിൽക്കുക എന്നുള്ളത് ഒരു യുവജന സംഘടന എന്നുള്ള നിലക്ക് യൂത്ത് ലീഗിന്റെ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം തീർച്ചയായും നിർവഹിക്കും. എബി, എന്തായാലും PK ഫിറോസിന്റെ വാക്കുകൾ നമ്മളിപ്പോൾ കേട്ടുകഴിഞ്ഞു. കാരണം അദ്ദേഹം പറയുന്നത് ഈ സമരം എന്ന് പറയുന്നത് രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയുള്ളതല്ല. കാരണം ഒരു സഹോദരി അവരുടെ നീതിക്കായി നടത്തുന്ന സമരമാണ്. അതുകൊണ്ട് തന്നെ ഈ സമരത്തിന്റെ അവസാനം വരെ യൂത്ത് ലീഗ് ഈ സമരത്തോടൊപ്പം ഉണ്ടാകും. മാത്രമല്ല, അടുത്തയാഴ്ച ഇപ്പോൾ ആരോഗ്യമന്ത്രി വീണ ജോർജ് കോഴിക്കോട് എത്തുന്നുണ്ട്. ആ സമയത്ത് എന്തായാലും ആ വീണ ജോർജിന്റെ ആ ഒരു പരിപാടിയുടെ അടുത്ത് തന്നെ ഹർഷിന സമരമിരിക്കുമെന്ന് ഹർഷിനയുടെ ബന്ധപ്പെട്ട വൃത്തങ്ങൾ ഈ സമരസമിതി ഭാരവാഹികളും അറിയിച്ചിട്ട്, ഒപ്പം തന്നെ യൂത്ത് ലീഗിന്റെ പ്രത്യക്ഷ സമരവും ആരോഗ്യമന്ത്രി വീണ ജോർജ് കോഴിക്കോട് എത്തുമ്പോൾ ഈ വിഷയത്തിൽ നേരിടേണ്ടി വരുമെന്നൊരു മുന്നറിയിപ്പും യൂത്ത് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഫിറോസ് കേരള വിഷൻ ന്യൂസിനോട് പറയുകയാണ്. എബി, ഹർഷിന നീതിക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിലാണ്. ആ പോരാട്ടത്തിന് പിന്തുണ അറിയിക്കുകയാണ്. ഹർഷിനിക്ക് നീതി ലഭിക്കുന്നത് വരെ പോരാട്ടത്തിനൊപ്പം ഉണ്ടാകുമെന്നാണ് യൂത്ത് ലീഗ് വ്യക്തമാക്കിയിരിക്കുന്നത്. PK ഫിറോസ് ഇന്ന്
സമരപ്പന്തലിൽ സന്ദർശനം നടത്തിയിരുന്നു. അതിനുശേഷം നടത്തിയ പ്രതികരണത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. റിയാസ് KM ആണ് വിവരങ്ങൾ നൽകുന്നത് കോഴിക്കോട്.